ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ള കേക്കിന്റെ ഡിസൈൻസ് എല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് വരുന്ന ഓർഡേഴ്സിനെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ്. മാത്രമല്ല നമുക്ക് ഈ കേക്കിന്റെ ടോപ്പ് ഭാഗമൊക്കെ ക്ലിയർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അതായത് ആദ്യമൊക്കെ കേക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ ടോപ്പ് വശവും സൈഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയും കൂടെ ആണ്. കാരണം അതിന്റെ ടോപ്പ് ക്ലിയർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ പാലറ്റ് നൈഫിന്റെ ലൈൻസ് ഒന്നും ഇല്ലാതെ ചെയ്തെടുക്കാൻ ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ എങ്ങനെ ചെയ്താലും അതിന്റെ ലൈൻസ് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതേപോലെ പാലറ്റ് നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് മുകളിലേക്ക് വലിക്കുന്ന രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഡിസൈൻ ആക്കി എടുക്കാം. മുകൾ ഭാഗം നല്ല നീറ്റാക്കി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം കേക്കിന്റെ ഒരു ഷേപ്പിലോട്ടൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതിയാവും. പിന്നെ നമുക്ക് ഈ സൈഡ് വശമൊക്കെ ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ലൈൻസ് ഒക്കെ ഉള്ള സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ അത് മതിയാവും. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പാലറ്റ് നൈഫ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് കേക്കിന്റെ പുറത്തൊന്ന് ടച്ച് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം, അതായത് സൈഡ് വശത്ത് ഒന്ന് ടച്ച് ചെയ്തിട്ട് നമുക്ക് ടേൺ ടേബിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു ലൈൻ പോലെ ഇങ്ങനെ വരും. മുന്നേ ഒക്കെ കേക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഒരുപാട് നല്ല നീറ്റ് ആക്കിയിട്ട് കേക്കൊക്കെ ക്ലിയർ ചെയ്തെടുത്ത് പാലറ്റ് നൈഫിന്റെ ഒരു ലൈൻസ് പോലും കാണാത്ത രീതിയിലൊക്കെ ക്ലിയർ ചെയ്തെടുത്തിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ കൂടുതലായിട്ട് വരുന്നത് നമുക്ക് ഫോൾട്ട് ആയിട്ടുള്ള ഡിസൈൻസ് ചെയ്യുന്നതാണ് എല്ലാവർക്കും കൂടുതലും ഇഷ്ടം. സൈഡൊക്കെ അധികം ക്ലിയർ ചെയ്തെടുക്കാതെ, അതായത് കേക്കിന്റെ ഒരു ഷേപ്പിലോട്ടൊന്ന് മാറി കിട്ടുന്നു എന്നുള്ളത് കറക്റ്റാണ്, അത് ചെയ്തെടുക്കണം. പക്ഷേ അതിന്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ പാലറ്റ് നൈഫ് കൊണ്ട് ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നതും ജസ്റ്റ് അതിന്റെ ഒരു ലൈൻസ് ഒക്കെ ഇങ്ങനെ കാണുന്നതും കുറച്ച് ക്രീമൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതും ഒക്കെ ഒരു ഡിസൈൻ ആക്കിയാണ് ഇപ്പോൾ ഓരോ മോഡലും വരുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ള കേക്കൊക്കെ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ള നോസൽസ് എല്ലാം ഞാൻ ഇതിന്റെ കൂടെ കാണിക്കുന്നുണ്ട്. കാരണം എനിക്ക് കമന്റ് ഒരുപാട് വരാറുണ്ട്, ഏത് നോസൽ ഉപയോഗിച്ചാണ് ഏത് ഫ്ലവർ വരച്ചത് എങ്ങനെയെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചെയ്തിട്ടുള്ള എല്ലാ കേക്കിന്റെ നോസൽസും ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. ഒരു പൈപ്പ് ബാഗിന്റെ ഒരു സൈഡിൽ വൈറ്റും ഒരു സൈഡിൽ പിങ്കും കൂടി കൊടുത്തിട്ടാണ് ആ വർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ആ പെറ്റൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ അത് രണ്ട് കളറായിട്ട് വന്നിട്ടുള്ളത് അങ്ങനെയാണ്. പിന്നെ അടുത്ത കേക്കും ഇതേപോലെ പെട്ടെന്ന് വന്നിട്ടുള്ള ഓർഡറാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വരുന്ന ഓർഡേഴ്സിനെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസൈനാണ്. ഞാൻ ഇതിന്റെയും ടോപ്പ് ഭാഗം ഇതേപോലെ പാലറ്റ് നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വലിച്ചിട്ടുള്ള ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു വലിയ ലീഫ് നോസിൽ ഉണ്ടായിരുന്നു, അപ്പൊ അത് വെച്ചിട്ട് ഇതേപോലെ നല്ല വലിപ്പത്തിലുള്ള ലീഫ് കൊടുത്തതിന് ശേഷം അതിന്റെ സെന്ററിലേക്ക് ഒറ്റ ഫ്ലവറും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ലീഫ് കൊടുത്തത്. പക്ഷെ ലീഫ് കൊടുത്തതിന് ശേഷം എനിക്ക് ഫ്ലവർ ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് ആ ലീഫ് അങ്ങനെ കൊടുത്തത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് അവിടെ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ പിന്നെ അവിടെ പാലറ്റ് നൈഫ് കൊണ്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാനോ ഒന്നും ചെയ്തില്ല. കാരണം ഞാൻ അങ്ങനെ കൊടുത്തതേ ഉള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ആ ക്രീം എടുത്തപ്പോൾ അതിങ്ങനെ നല്ല രീതിയിൽ തന്നെ ഇളകി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല വലിയൊരു ഫ്ലവർ കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ അങ്ങ് മറഞ്ഞു നിന്നോളും. അതുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റാനൊന്നും നിന്നില്ല. ഇതിലും ഞാൻ ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ള നോസിലും കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ക്രീം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ അത് കുറച്ച് ഗ്രീനല്ല ബ്ലൂ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സൈഡിൽ കൊടുത്തിട്ട് പിന്നെ ഒരു സ്ക്വയർ വെച്ചിട്ട് നമ്മളെ ബ്ലൂ കളർ ഉണ്ടല്ലോ അതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അത് ആ ഒരു പൈപ്പിംഗ് ബാഗിന്റെ അറ്റത്ത് ഇങ്ങനെ അതങ്ങ് തേച്ച് കൊടുത്ത് എന്നിട്ട് ആ ക്രീമും കൂടെ കൊടുത്തപ്പോൾ ഇതേപോലൊരു സൈഡിൽ ഇങ്ങനെ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഒരു ആ ഒരു ഇതളിന്റെ ഫസ്റ്റ് വരുന്ന ഭാഗം കുറച്ച് ഡാർക്ക് കളറും പിന്നെ അങ്ങോട്ട് ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂവും കിട്ടുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ ക്രീം നല്ല കളർ കൊടുത്ത് മിക്സ് ആക്കി എടുത്തിട്ടുള്ളതല്ല ആ ഡാർക്ക് കളറായിട്ട് ബ്ലൂ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബോട്ടിലുണ്ടല്ലോ, ഈ കളറിന്റെ ബോട്ടിലേക്ക് സ്ക്വയർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പൈപ്പിംഗ് ബാഗിന്റെ ഒരു വശത്ത് അതൊന്ന് നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കളർ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്, അതായത് ലൈറ്റ് ആക്കിയിട്ടാണ് ഞാൻ ബ്ലൂ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്, അതും കൂടി അതിലേക്ക് കൊടുത്തിട്ട് പിന്നെ പൈപ്പ് ചെയ്തെടുത്തപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന്റെ സെന്ററിലേക്ക് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തു, എഴുതാനുള്ളത് എഴുതി കൊടുത്തപ്പോൾ അത് ക്ലിയർ ആക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കേക്കിന്റെ ടോപ്പ് ഭാഗവും ഞാൻ അതേപോലെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി എടുത്ത ശേഷം ഓയിൽ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലും ലൈൻസ് ഉള്ള ഒരു സ്ക്രാപ്പർ വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് അതൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 ഫ്ലവറാണ് ഇതിന്റെ സൈഡ് വശത്ത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഫ്ലവർ വരയ്ക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെന്നുള്ളവർ അതൊന്ന് കയറി കണ്ട് നോക്കണേ. അപ്പോൾ ഇതേപോലെ റേഡിയന്റ് വയലറ്റ് എന്ന് പറയുന്ന കളറാണ് ഞാൻ ഇതിൽ മിക്സ് ചെയ്ത് എടുത്തിട്ട് അത് കുറച്ച് ലൈറ്റ് ആക്കിയേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതേപോലെ 3 ഫ്ലവർ കൊടുത്തിട്ട് അതിൽ കുറച്ച് ക്രീം ബാലൻസ് ഉണ്ടായിരുന്നു, അത് ഈ നോസിൽ വെച്ചിട്ട് ഇതേപോലെ അതിന്റെ സൈഡും കൂടി ഒന്ന്
ഒന്ന് ഒരു ബോർഡർ ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലും കുറച്ച് ലീവ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. ലീഫ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ വലിയ ലീഫ് നോസിൽ കൊണ്ട് തന്നെയാണ് ഈ ലീഫും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് വലുതായിട്ടുള്ള ലീഫ് നോസിലാണ്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം ആ ക്രീമിലേക്ക് ബാലൻസ് ഫ്ലവർ ചെയ്തതിന് ശേഷം ബാലൻസ് വന്നിട്ടുള്ള ക്രീമിലേക്ക് കുറച്ചും കൂടി കളറൊന്ന് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ച് ഡാർക്ക് ആക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ എഴുതി കൊടുത്ത് കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ടപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിലൊക്കെ കേക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലും ചെയ്തിട്ടുള്ള ഡിസൈനാണ് ഇതൊക്കെ. കാരണം അന്നൊക്കെ ഇങ്ങനെ 2 ഫ്ലവറൊക്കെ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വരുന്ന ഓർഡേഴ്സിനെല്ലാം നമുക്ക് ഇങ്ങനെയുള്ള ഡിസൈൻസ് ഒക്കെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ടോപ്പ് വശത്ത് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലവർ കൊടുത്തിട്ട് അങ്ങനെയുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ ഇതേപോലെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ഒരു ബ്ലാക്ക് കളർ എന്ന് പറയുമ്പോൾ നമുക്ക് ക്രീമിലേക്ക് ബ്ലാക്ക് കളർ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ഗ്രേ ആയിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ഒന്നെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത ശേഷം സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം സൈഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. കാരണം അതിൻ്റെ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് വീഴുന്നത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചില സമയങ്ങളിൽ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് ഞാൻ ഇതേപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ ആ കളർ കൊണ്ട് തന്നെയാണ് ഈ ഫ്ലവറും കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ ചുറ്റിനും റോസറ്റ നോസിലും കൊണ്ട് ചുറ്റിനും ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ടുള്ളൊരു ഡിസൈനും കൂടി അതിൽ കൊടുത്താലേ അത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കുന്നത്. എന്നിട്ട് അതിലും ഇതേപോലെ മാറ്ററും കൂടി സെൻറ്ററിൽ എഴുതി കൊടുത്ത് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസൈൻസ് എല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് വരുന്ന ഓർഡേഴ്സിനെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ നോസിലും ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചോളണേ. അപ്പോൾ കുറച്ച് ഷുഗർ ബോൾസും കൂടെ അതിലും കൂടി ഇട്ട് കൊടുത്തപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു അതിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് സൈഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനാണ്. പിന്നെ കുറച്ച് നേരം നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് കുറച്ച് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെച്ചേക്കണം. വെച്ചതിന് ശേഷം എടുത്തിട്ട് പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്താൽ നല്ല ഇതായിട്ട് തന്നെ കിട്ടും. പക്ഷേ ചോക്ലേറ്റ് അങ്ങനെ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടായിരുന്നില്ല. ഞാൻ ചില സമയങ്ങളിൽ അങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അപ്പോൾ അത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അത് മെൽറ്റ് ചെയ്ത് ഇങ്ങനെ സൈഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പിസ്ത കേക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കുറച്ചൊരു ചെറുതായിരുന്നു. ഒരു 3 ഷേപ്പർ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും വലുത് ഇത്രയും ഉണ്ടായിരുന്നില്ല, കുറച്ച് ചെറുതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പിള്ളേരുടെ കളിപ്പാട്ടത്തിനിടയ്ക്ക് ഇതേപോലെ ഒരു ഷേപ്പർ കണ്ടതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം അതെടുത്ത് മാറ്റിയിട്ട് ഗ്രീൻ കളർ മിക്സ് ചെയ്ത ശേഷം ഏറ്റവും ചെറുതായിട്ടുള്ള ഒരു ഫ്ലവർ നോസിലുണ്ട്, അത് വെച്ചിട്ട് ഇതേപോലെ കുഞ്ഞു ഫ്ലവേഴ്സാണ് അതിൽ ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം നല്ല ചെറിയൊരു ഫ്ലവറിൻ്റെ ഒരു ഡിസൈൻ വരുന്ന നോസിലാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഹാർട്ട് ഷേപ്പിൻ്റെ 2 സൈഡിലും കുറച്ചിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ വരുന്ന രീതിയിൽ ആ ഗ്രീൻ കളർ കൊണ്ട് തന്നെ കൊടുത്തതിന് ശേഷം പിന്നെ അത് കുറച്ചും കൂടി ലൈറ്റ് ആക്കി കൊടുത്തിട്ട് ഒരു 4-5 ഫ്ലവറും കൂടി ഓരോ സൈഡിൽ വരുന്ന രീതിയിലും കൂടി അതും കൂടി ചെയ്ത് കൊടുത്തിട്ട് ബോർഡിൽ പേരും കൂടി എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു. അപ്പോൾ അത് വെഡിങ് ആനിവേഴ്സറി കേക്കായിരുന്നു. സാധാരണ വെഡിങ് ആനിവേഴ്സറിയിൽ ഒരു ഹാർട്ട് ഷേപ്പൊക്കെ വരാറുള്ളതാണ്. ഇപ്പോൾ ഇതും പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു ഓർഡർ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടെന്ന് അപ്പോൾ അങ്ങനെ ക്രീം മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് എനിക്ക് ഏത് നോസിൽ ഇടണമെന്നൊക്കെ തോന്നി. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിസൈൻ മനസ്സിൽ തീരുമാനിച്ചിട്ട് അങ്ങ് ചെയ്ത് കൊടുത്തത്. അല്ലാതെ ഒന്നും ഒരു ഡിസൈൻ നോക്കിയതും അല്ല, എന്തോ മനസ്സിലങ്ങനെ തോന്നി അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ്. കാരണം പെട്ടെന്ന് വരുന്ന ഓർഡേഴ്സിനെല്ലാം നമുക്ക് ഇങ്ങനെ ആലോചിച്ച് നിൽക്കാനും സമയം ഉണ്ടാവില്ലല്ലോ, അതനുസരിച്ച് അങ്ങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും ഞാനിതിൻ്റെ നോസിൽ കാണിക്കുന്നുണ്ടേ. അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരു സൈഡിൽ കൊടുത്തതിന് ശേഷം ആദ്യം ഞാൻ മാറ്റർ ചെയ്ത് കൊടുത്തു. കാരണം നമുക്ക് സ്പേസ് നോക്കണമല്ലോ, ഫ്ലവർ എവിടെയൊക്കെ വരണം അങ്ങനെയൊക്കെ നോക്കിയിട്ട് അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും ചെറിയൊരു ലീഫ് നോസിലുകൊണ്ടാണ് അതിൽ ഒരു കുഞ്ഞ് ലീഫാണ് അതിലെല്ലാത്തിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചെയ്ത് കൊടുത്തപ്പോൾ അത് കംപ്ലീറ്റ് ആയി. കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ള എല്ലാ കേക്കിൻ്റെ വർക്കും പെട്ടെന്ന് വന്നിട്ടുള്ള ഓർഡേഴ്സ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ പെട്ടെന്ന് മനസ്സിൽ വന്നിട്ടുള്ള ഡിസൈന് പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കാനും ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേത് ഞാൻ ഒന്നുകിൽ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ പിൻട്രസ്റ്റിലൊക്കെ നോക്കിയിട്ട് ഡിസൈൻസ് ഒക്കെ സെലക്ട് ചെയ്യാനുള്ളൂ, അല്ലെങ്കിൽ കസ്റ്റമർ തരും, ഇല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഡിസൈനൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം വെറൈറ്റി ചെയ്യാനാണ്. കൂടുതലും ഞാൻ വെറൈറ്റി വേറെ ഏതെങ്കിലും നോക്കിയിട്ടേ ചെയ്യാറുള്ളൂ. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, പെട്ടെന്ന് മനസ്സിൽ തോന്നിയതൊക്കെ അങ്ങനെ ചെയ്ത് കൊടുത്തു. പിന്നെ ഈ കേക്കിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ഡിസൈൻസൊക്കെയാണ് ഇപ്പോൾ ഉള്ള പിള്ളേർക്കല്ലേ
പണ്ടൊക്കെയാണ് ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ കേക്കിൽ വേണമെന്നൊക്കെ ആൾക്കാർ പറയാറുള്ളത്. ഇപ്പൊ അങ്ങനെ അധികം ഒന്നും പറയാറില്ല. പിന്നെ ചില ആൾക്കാർക്ക് ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇതേപോലെ ഫ്ലവറൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതും കൂടി ഒന്ന് കമന്റ് ആയിട്ടും കൂടി ഒന്ന് അറിയിച്ചേക്കണേ.